എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ അവതാർ സിനിമ എല്ലാവരും കണ്ടിരിക്കും. ആ അവതാർ സിനിമ എടുക്കാൻ വേണ്ടി ജെയിംസ് ക്യാമറൂൺ ഇൻസ്പയർഡ് ആക്കിയ ഓസ്ട്രേലിയയിലെ കെയ്ൻസിലുള്ള ഒരു റെയിൻ ഫോറസ്റ്റ് ഉണ്ട്, മഴക്കാടുകൾ. ആ മഴക്കാടിന്റെ മുകളിലൂടെയും അതുപോലെ തന്നെ ആ കാടിന്റെ ഉള്ളിൽ കൂടെ ഒരു കിടിലൻ ട്രെയിൻ യാത്രയുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. ഒരു കിടിലൻ വീഡിയോ ആയിരിക്കും. എന്നാൽ പിന്നെ നമുക്ക് ഒട്ടും വെച്ച് താമസിപ്പിക്കണ്ട, നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 7:30 ആയിട്ടുള്ളൂ. ഇന്ന് നമ്മൾ പോകുന്നത് കുറാണ്ട സീനിക് റെയിൽവേയും സ്കൈ റെയിലും. നമുക്ക് ഫസ്റ്റ് ബാച്ചിലുള്ള ടിക്കറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. രാവിലെ 8 മണിക്ക് സ്മിത്ത് ഫീൽഡ് ടെർമിനലിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ അവിടെ എത്തി. ഇവിടെ പാർക്കിംഗ് എല്ലാം ഫ്രീ ആണ്. ഇനി ഇവിടെ നമ്മൾ ടിക്കറ്റ് കോപ്പി നമ്മൾ കാണിക്കുമ്പോൾ ടിക്കറ്റ് കോപ്പിനകത്ത് ഒരു QR കോഡ് ഉണ്ട്. അത് സ്കാൻ ചെയ്ത് ഇവരുടെ ബസ്സിൽ നമ്മളെ ഫ്രഷ് വാട്ടർ സ്റ്റേഷനിൽ കൊണ്ടുവന്നാക്കും. അവിടെ നിന്നാണ് നമുക്ക് ഈ കുറാണ്ട സീനിക് റെയിൽവേയുടെ ട്രെയിൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്കും അങ്ങനെ നമ്മളും ക്യൂവിൽ നിന്ന് അവസാനം നമ്മളും ബസ്സിൽ കയറിയെന്ന് പറഞ്ഞാൽ നല്ല ലക്ഷറി കോച്ച് ബസ്സാട്ടോ. ഇതങ്ങോട്ടൊരു ഓപ്പോസിറ്റൊക്കെ വളരെ സന്തോഷമായി. നല്ല അവരും ബസ്സിലും ട്രെയിനിലൊക്കെ കയറുന്നത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അവർക്ക്. അപ്പോൾ ബസ്സിൽ കയറി അവരും രണ്ട് സൈഡ് സീറ്റൊക്കെ പിടിച്ച് സെറ്റായിട്ടിരിക്കുകയാണ്. ടെർമിനലിൻ്റെ അവിടെ നിന്നൊരു 10 മിനിറ്റ് ഡ്രൈവ് ഉള്ളൂ, 10-15 മിനിറ്റ് ഡ്രൈവ് ഉള്ളൂ. അങ്ങനെ നമ്മൾ ഫ്രഷ് വാട്ടർ റെയിൽവേ സ്റ്റേഷനോടെ എത്തി. അവിടെ ബസ് ഇറങ്ങിയതിന് ശേഷം നമുക്ക് നേരെ അതിൻ്റെ സ്റ്റേഷനകത്ത് കയറുമ്പോൾ തന്നെ ഈ കുറാണ്ട റെയിൽവേയുടെ അവരുടെ എംബ്ലവും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ ആ ബിൽഡിങ്ങുകളൊക്കെ ഇല്ലേ, ഒത്തിരി വർഷം പഴക്കമുള്ള ബിൽഡിങ്ങുകൾ. അതോടൊപ്പം തന്നെ അത് നല്ലൊരു അടിപൊളി ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ആ ഏരിയ ഫുള്ളിരിക്കണം. പിന്നെ അതിൻ്റെ അകത്ത് കയറി നമുക്ക് വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് ചെറിയ കഫേയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ച് നമുക്ക് അവിടെ ഇരിക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ട്രെയിൻ വരും. പിന്നെ ഇതിനകത്ത് ടിക്കറ്റ് എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഇങ്ങനത്തെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നേരത്തെ കൂടി ടിക്കറ്റ് എടുക്കണം. ലാസ്റ്റ് മുമ്പിൽ എടുക്കാൻ ചിലപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഈ കുറാണ്ട സീനിക് റെയിൽവേയും സ്കൈ റെയിലും ഒരുമിച്ചുള്ള ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇതിനകത്തുള്ളൊരു ഇമ്പോർട്ടൻ്റ് ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സൈഡ് പോകുമ്പോൾ ഒന്നിൽ നമുക്ക് സ്കൈ റെയിൽ യൂസ് ചെയ്യാം, തിരിച്ചു വരുമ്പോൾ കുറാണ്ട ട്രെയിൻ എടുക്കാം. അതല്ലെങ്കിൽ ട്രെയിനിൽ പോയിട്ട് സ്കൈ റെയിൽ തിരിച്ചു. രണ്ടും വ്യത്യസ്തമായൊരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ടൊരു ഹോൾ ഡേ ഇതിനു വേണ്ടി മാത്രം നമ്മൾ സ്പെൻഡ് ചെയ്യണം കേട്ടോ. ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ കമ്പാർട്ട്മെൻറ്റും അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ കാർ 2 എന്നുള്ളതായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലത്തെ സെയിം മെത്തേഡ് തന്നെ, റിസർവേഷനിൽ ഉള്ള സെയിം മെത്തേഡ് അവിടെ തന്നെ വന്ന് നിന്നാൽ മതി, ആ കമ്പാർട്ട്മെൻറ്റിലും കയറാൻ പറ്റും. പിന്നെ ഇത് ഒത്തിരി ഓൾഡ് മോഡൽ ട്രെയിനാട്ടോ. ഇതിനകത്ത് 2 ടൈപ്പ് ഇതുണ്ട്. ഒന്ന് ഹെറിറ്റേജ് മോഡലുണ്ട്, അതുപോലെ തന്നെ ഗോൾഡ് ക്ലാസ് ഉണ്ട്. ഗോൾഡ് ക്ലാസ് കുറച്ച് ലക്ഷറിയാണ്, അതുപോലെ കുറച്ച് എക്സ്പെൻസീവ് കൂടിയാണ്. അങ്ങനെ ട്രെയിൻ എത്തി. നമ്മളും അങ്ങനെ ട്രെയിനിൽ കയറാണ്. ട്രെയിനിൻ്റെ അകത്ത് കയറി കഴിയുമ്പോഴേ എന്തോ ഭംഗിന്ന് അറിയാമോ, നല്ല രസമാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്ത് ഗോൾഡ് ഗ്ലാസ് നിർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. സീറ്റൊക്കെ ഇല്ലേ, പറഞ്ഞറിയാൻ പറ്റില്ല, അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്തൊരു ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ, ഒന്ന് എല്ലാ കോച്ചുകളിലും സെപ്പറേറ്റ് ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ വാട്ടർ കൂളറുണ്ട്. ഈ വാട്ടർ കൂളറിന് പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കെയ്ൻസിനെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും, പൊതുവേ തണുപ്പ് തീരെ കുറഞ്ഞൊരു സ്ഥലമാണ് ഓസ്ട്രേലിയയിലെ കെയ്ൻസ് എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ നമ്മളിപ്പോൾ ഈ സമ്മർ ടൈമിൽ പോകുമ്പോഴൊക്കെ രാവിലത്തെ ടൈമുകളിൽ നമ്മൾ ട്രെയിൻ യൂസ് ചെയ്യണം. പോകുമ്പോൾ ട്രെയിൻ എടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ സ്കൈ റെയിൽ എടുക്കണം. അപ്പോൾ നമുക്ക് അധികം ചൂടും അനുഭവപ്പെടില്ല. തിരിച്ചു വരുമ്പോൾ ചൂടുണ്ടെങ്കിൽ തന്നെ സ്കൈ റെയിൽ വരുമ്പോൾ നല്ല കാറ്റൊക്കെ കൊണ്ട് റിലാക്സ് ചെയ്ത് വരാം. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് 10-15 മിനിറ്റ് കഴിയുമ്പോഴേ നമുക്ക് ഇങ്ങനത്തെ നല്ല നല്ല വ്യൂ പോയിന്റുകൾ കാണാൻ പറ്റും. ഞാൻ തുടക്കം പറഞ്ഞ പോലെ പക്ക കാടിൻ്റെ അകത്തൂടെ പോണേ. ആ 2 സൈഡിലെ വിൻഡോസ് എല്ലാം ഓപ്പണാണ്. അത് കാരണം ആ കാട്ടിൽ കൂടെ പോകുമ്പോഴേക്കുള്ള ആ കാടിൻ്റെ സ്മെല്ലും ഇതൊക്കെ ഇല്ലേ, അതിപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. 1891 ഈ ട്രെയിൻ സർവീസ് സ്റ്റാർട്ട് ചെയ്യണത്. ഏകദേശം 100-130 വർഷം പഴക്കമുള്ള ട്രെയിൻ സർവീസാണിത്. അതുപോലെ തന്നെ 15 ടണലുകൾ,
ഒരു 37 ബ്രിഡ്ജ്. ഈ ടണലൊക്കെ പണിയുന്ന സമയത്ത് ഒത്തിരി ആൾക്കാർ കൺസ്ട്രക്ഷൻ ടൈമിൽ മരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ഇതിനകത്ത് ഈ ട്രെയിൻ സർവീസിൻ്റെ അകത്ത് തന്നെ അവരതിൻ്റെ ഓഡിയോ ക്ലിപ്സുകളൊക്കെ നമുക്ക് കേൾപ്പിച്ച് തരും, ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചേ. പോകുന്ന വഴിക്കായാലും 2 സൈഡും കാട്ടിൽ കൂടെ പോകുന്നെങ്കിലും നല്ല വ്യൂ പോയിന്റുകളാണ്. അത് ഒരു സൈഡ് നോക്കിയേ, അടിപൊളി വാട്ടർഫോൾസാണ്. ഇത് ഇപ്പോൾ കുറച്ച് വെള്ളമുള്ളൂ, ഞങ്ങൾ പോയത് സമ്മറിലായിരുന്നു. അതൊരു മെയ് സെപ്റ്റംബർ ആ സമയത്തൊക്കെ പോവുകയാണെങ്കിൽ മഴയുള്ള സമയത്താണെങ്കിലേ അടിപൊളിയാണെന്നാണ് ഫ്രണ്ട്സൊക്കെ പറഞ്ഞത്. ട്രെയിൻ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ സ്റ്റോപ്പാട്ടത്. ഇവിടെ നല്ലൊരു കിഡിലും വാട്ടർഫോൾസ് ഉണ്ട്. ഇപ്പോൾ വലിയ വെള്ളമൊന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഴയില്ലാത്ത സീസണായ കാരണം ജസ്റ്റ് വാട്ടർഫോൾസ് നമുക്ക് കണ്ടിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. മഴയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന പോലെ ഇരിക്കും ഈ വാട്ടർഫോൾസിൻ്റെ അവസ്ഥ. പിന്നെ അതുപോലെ തന്നെ ഈ ട്രെയിൻ യാത്ര 1 മണിക്കൂറേ ഈ ട്രെയിൻ യാത്ര ഉള്ളൂ, ഒരു 37 കിലോമീറ്റർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ലോക്കൽ പാസഞ്ചർ ഉണ്ടല്ലോ അതുപോലെയൊക്കെ തന്നെ ഇരിക്കും. വലിയ സ്പീഡൊന്നുമില്ല, പതുക്കെയാണ് പോണേ. പിന്നെ ട്രിപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ട്രെയിനിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഒരു ഫീല് വേറെ ഒന്നുള്ളൂ. അങ്ങനെ കുറാണ്ട സ്റ്റേഷനിലെത്തി. ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. അങ്ങനെ ആ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എന്തോ ഭംഗിയെന്നറിയാമോ. അത് എന്താ പറയുക, അത് നമ്മൾ സാധാരണ ഒരു സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങണ പോലത്തെ ഒരു ഫീൽ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു കേട്ടോ. പക്കൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ എല്ലായിടത്തും പോകുമ്പോൾ നമ്മൾ കാണുന്ന പോലത്തെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഷോപ്പ്, സൊവീനിയറൊക്കെ ഉള്ള ഒരു ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്. പിന്നെ അവിടെ കണ്ടൊരു ചെറിയൊരു കഫേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കാരണം ആ കഫേയിൽ വന്ന് ചെറിയൊരു ജ്യൂസും സാൻഡ്വിച്ചൊക്കെ പോലത്തെ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്ത് നമുക്ക് കഴിക്കാനുള്ള ഫെസിലിറ്റിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നമ്മളവിടെ പോയിരുന്നു, അവർ തന്നെ കൊണ്ട് നമുക്ക് സെർവ് ചെയ്തു കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് വരാൻ കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞപ്പോൾ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കറങ്ങി അടിച്ചെടുത്തപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ട്രെയിനിൻ്റെ എഞ്ചിൻ മാറ്റി കണക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ ഒരു സ്റ്റാഫിനോട് നമ്മൾ ചോദിച്ചു ഇതെങ്ങനെയൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ നമുക്ക് പറഞ്ഞു തന്നു കേട്ടോ. ഹൗ ടു ഓപ്പറേറ്റ് ദിസ് വൺ? So black levers control the tracks. That's how we change the tracks. Yep. Blue ones are lock bars, so they lock the track into place. Yeah. Red ones are for the signals. Yep. And the white ones are spares. Wow. Good. 108 years old. 108 years old. And heritage listed. Wow. Thank you so much. No problems at all. Bye. അവിടുത്തെ സ്റ്റാഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. അവരൊക്കെ ഫുഡ് സെർവ് ചെയ്യുന്നതായാലും അവിടുത്തെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചാലും അതൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവരെത്രത്തോളം ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് സംസാരിക്കുക എന്നുള്ളത്. ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് ഈ ട്രെയിനിലെ ഗോൾഡ് ക്ലാസ്. വീഡിയോയുടെ തുടക്കം ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മളിനി അവിടുന്ന് ഗുറാണ്ട വില്ലേജിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് അവിടുന്ന് ലിഫ്റ്റ് എടുത്തിട്ട് നമുക്ക് മുകളിലേക്ക് പോകണം. അവിടുന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് ഏത് ലൊക്കേഷനൊക്കെ പോകുന്നതിനുള്ള ഫുൾ ഡീറ്റെയിൽസ് ഒരു മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്, അതുവഴി നമുക്ക് കാണാം. മെയിനായിട്ട് കാണാനുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബട്ടർഫ്ലൈ ഗാർഡൻ ഒന്നുണ്ട്, ഹെറിറ്റേജ് മാർക്കറ്റ്, ബേഡ്സ് വേൾഡൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് പോകട്ടോ. ഞാൻ ബേഡ്സ് വേൾഡ് മാത്രമേ പോയുള്ളൂ. പിന്നെ അവിടെ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട്, അതിൻ്റെ അടുത്ത് ഒത്തിരി ഷോപ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വേണേൽ എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ സൊവീനിയേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം. കുറച്ച് എക്സ്പെൻസീവാണ്. അത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ട്രഡീഷണൽ പെയിൻറ്റിങ്സുകളും കരകൗശല സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് അതിനകത്ത് മെയിനായിട്ട് വരുന്നത്. ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാം ഒന്ന് ചുറ്റിക്ക് ഇറങ്ങി നടന്ന് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ വാങ്ങിക്കാനൊന്നും പോയൊന്നുമില്ല.
ഇതാണ് ബേർഡ് വേൾഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ടിക്കറ്റ് ഇതിനകത്ത് കാരണം ടിക്കറ്റ് എടുക്കണം. പക്ഷേ ഇതിൻ്റെ ടിക്കറ്റ് നമുക്ക് ഡയറക്റ്റ് വരുമ്പോൾ എടുത്താൽ മതി. അത്രയ്ക്ക് വലിയൊരു സംഭവമൊന്നുമല്ല കേട്ടോ. ഒരു നെറ്റൊക്കെ ഇട്ട് ചെറിയൊരു ഏരിയ കവർ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് പല തരത്തിലുള്ള കുറേ പക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്വാനുണ്ട്, നമുക്കതിനെ ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പിള്ളേരൊക്കെ നല്ല രസമായിരിക്കും. പിന്നെ കുറച്ച് നേരം അതിൻ്റെ സമയം അതിൻ്റെ അകത്തോട്ട് ഒന്ന് കറങ്ങി അടിച്ച് കിടന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി. ഗുറാണ്ട വില്ലേജിൻ്റെ ചുറ്റിക്കറക്ക് കണ്ട് ഇനി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണത് സ്കൈ റെയിൽ. ഇതാണ് നമ്മുടെ അടുത്ത മെയിൻ പരിപാടി. പക്ഷേ ഇതിൻ്റെ അകത്ത് വരുമ്പോഴും ഞാൻ നേരത്തെ നമ്മൾ കണ്ടില്ലേ, എവിടെ പോയാലും നമുക്ക് ഓസ്ട്രേലിയയിൽ ഏത് സ്ഥലത്ത് പോയാലും നമുക്ക് കാണാവുന്ന ഒന്നാണ് ഇങ്ങനത്തെ പലതരത്തിലുള്ള ഗിഫ്റ്റ് ഷോപ്പ്. ഇനി നമ്മൾ ചെയ്ത പോലെ തന്നെ സെയിം നമ്മൾ ടിക്കറ്റ് ഇവിടെ കാണിച്ചു കൊടുക്കണു. സ്കൈ റെയിലിനെ കണ്ട ഗൻഡോളാസ് ഉണ്ടോ ഇതിൻ്റെ അകത്തേക്ക്. ഇത് 2 തരത്തിലുള്ള ഗൻഡോളാസ് ഉണ്ട്. ഒന്ന് ഗോൾഡ് ഗ്ലാസ് ഉണ്ട്, ഒന്ന് നോർമൽ ഉണ്ട്. ഗോൾഡ് ഗ്ലാസ്സിനെ പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 360 വ്യൂ ആണ്. ഇരിക്കുമ്പോഴും നമുക്ക് താഴത്തുള്ള സാധനം നമുക്ക് കാണാൻ പറ്റും. ഫുള്ള് ഗ്ലാസ്സാണ്. നമ്മളെടുത്തത് നോർമലാട്ടോ. ഗോൾഡ് ഗ്ലാസ്സിന് ചെറിയൊരു കുറച്ച് പൈസ കൂടുതലുണ്ട്. ഇനി അവിടെ നിന്ന് അങ്ങോട്ടില്ലേ ഒരു 8-9 കിലോമീറ്റർ ഉണ്ട്. ഇതാണ് ശരിക്കും നമ്മൾ കണ്ടിരിക്കേണ്ട സംഭവം. ആദ്യം കയറിയപ്പോൾ ഒന്ന് ശരിക്കും പേടിച്ചു. പിന്നെന്താ കുറച്ചാട് പോയത് നല്ല രസമായിരുന്നു. ഈ ഒരു മഴക്കാടുകളാണ്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ഇത് കണ്ടിട്ടാണ് നമ്മുടെ ജെയിംസ് കാമറൂണിന് അവതാർ സിനിമയ്ക്കുള്ള ഇൻസ്പിറേഷൻ കിട്ടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു സ്റ്റേഷൻ്റെ സൈഡിലൊക്കെ അതിനുള്ള സ്റ്റിക്കറുകളും കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ഒരു അടിപൊളി സംഭവമാണ്. അതുപോലെ തന്നെ നമ്മൾ വന്നപ്പോൾ ആ ഒരു ബേറൺ വാട്ടർഫോൾസ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല കേട്ടോ. അതുപോലെ തന്നെ ഒരു 2 സ്റ്റേഷനുണ്ട്. ആ 2 സ്റ്റേഷനിൽ ഇറങ്ങിയാലും 2 ഡിഫറെൻറ്റ് ഫീലാണ് നമുക്ക്. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ വാട്ടർഫോൾസിന് തൊട്ടടുത്തേക്ക് പോകാം. അത് കഴിഞ്ഞ് അടുത്തൊരു സ്റ്റേഷൻ വരുന്നുണ്ട്. ആ സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഫോറസ്റ്റിൻ്റെ അകത്തേടെ ഫോറസ്റ്റ് ഫുള്ള് നമുക്ക് നടന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഈ സ്കൈ റെയിലിൽ വരുമ്പോഴാട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. അടുത്ത സ്റ്റേഷനിലെത്തി. ഇതാണ് റെഡ് പീക്ക് സ്റ്റോപ്പ്. ഇവിടെ നിന്നാണ് നമുക്ക് മഴക്കാടുകളുടെ അകത്തേടെ കൂടെയുള്ള സഞ്ചാരമുള്ളത്. ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ ഏറ്റവും പഴക്കം ചെന്നതും ഇപ്പം നിലനിൽക്കുന്നതുമായ മഴക്കാടുകളാണത്. ഇതിൻ്റെ വേറെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര സമ്മറായാലും ഈ മഴക്കാടുകളുടെ താഴത്തേക്ക് സൂര്യപ്രകാശം പോലും എത്തില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ ഈ പോകുന്ന വഴിയായാലും നമുക്കിപ്പോൾ സ്കൈ റെയിൽ എടുക്കണമെന്നില്ല, റോഡ് വഴി നമുക്ക് കുറുണ്ടാ വില്ലേജിലേക്ക് എത്താൻ പറ്റും. ആ റോഡുകൾ നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ കെയ്ൻസ് സിറ്റി ഫുള്ള് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാം. അങ്ങനെ എല്ലാം കൊണ്ടുള്ള ഒരു അടിപൊളിയാണ് കേട്ടോ ഈ സ്കൈ റെയിൽ. കെയ്ൻസിലൊക്കെ ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ സ്കൈ റെയിലും കുറുണ്ടാ റെയിലും ആരും മിസ് ചെയ്യരുത് കേട്ടോ. നമുക്കിത് എപ്പോഴും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സംഭവമല്ല. കിട്ടുന്ന ചാൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അങ്ങനെ സ്കൈ റെയിലിൽ നിന്നൊക്കെ നമ്മൾ ഇറങ്ങി നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ആ ടെർമിനലിൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തി. ഇനി അവിടെ നിന്ന് കാറ് നമ്മളെടുത്ത് നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാം. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ കെയ്ൻസ് ട്രിപ്പിൻ്റെ ലാസ്റ്റ് വീഡിയോ എടുത്ത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.